പ്ലം കേക്കിൻ്റെ ഇൻസ്റ്റൻറ്റ് മിക്സ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലം കേക്ക് റെസിപ്പിയാണ് ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു 1 kg ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ബേക്കേഴ്സിൻ്റെ ഒരു പ്ലം കേക്ക് മിക്സാണ് ഇത്, ഇൻസ്റ്റൻറ്റ് മിക്സാണ്. അപ്പോൾ ഇതിൻ്റെ ഹാഫ് വെച്ചിട്ട്, അതായത് 1/2 kg ഇത് എടുത്തിട്ട് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്കായിട്ട് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള ചേരുവകളെല്ലാം തന്നെ ഗ്രാമിലാണ്. അപ്പോൾ അത് ഞാൻ കപ്പിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനായിട്ട് ഞാനിപ്പോൾ 1 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ജ്യൂസാണ് ഞാൻ ചേർക്കുന്നത്. ഇതിനകത്ത് വെള്ളം ചേർത്താലും മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഓറഞ്ച് ജ്യൂസാണ്. ഇത് ചേർത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഞാനിത് ഓൾറെഡി സോക്ക് ചെയ്യാത്തത് കൊണ്ടാണ് തിളപ്പിച്ചെടുക്കുന്നത്. ഡയറക്റ്റായിട്ട് ചേർത്താലും മതി, തിളപ്പിക്കണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്നൊന്ന് ബോയിലായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഈ ഓറഞ്ച് ജ്യൂസിന് പകരമായിട്ട് നിങ്ങൾക്ക് വാട്ടർ അല്ലെങ്കിൽ ഗ്രേപ്പ് ജ്യൂസ് ഇതൊക്കെ യൂസ് ചെയ്യാം. നിങ്ങളൊരു 1 day സോക്ക് ചെയ്ത് വെച്ച ഫ്രൂട്ടാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ യൂസ് ചെയ്താലും മതി. ഇനി സോക്ക് ചെയ്യാത്തതായാലും കുഴപ്പമൊന്നുമില്ല. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബോയിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 1/2 കപ്പ് ഞാൻ എടുത്തിട്ടുള്ളത്, നമുക്ക് ഇതിലേക്ക് പറഞ്ഞിട്ടുള്ള മെഷർമെൻറ്റ് വെച്ചിട്ട് നമുക്ക് 1/4 കപ്പ് വാട്ടറാണ് വേണ്ടത്. അപ്പോൾ നമ്മളിതൊന്ന് തിളപ്പിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ കുറച്ച് ജ്യൂസ് എന്തായിട്ടും ഈ ഡ്രൈ ഫ്രൂട്ട്സിൽ അബ്സോർബ് ചെയ്യും. അപ്പോൾ അത് മെഷർമെൻറ്റ് കറക്റ്റായിട്ട് വരും. ഇനി നമ്മൾ ഇതിൽ നിന്ന് 1/2 kg മെഷർ ചെയ്തെടുക്കുകയാണ് നമ്മുടെ ഈ മിക്സിൻ്റെ കൂട്ട്. അപ്പോൾ അത് പകുതി വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. പകുതി വെച്ച് ചെയ്താൽ തന്നെ 1 kg ഉള്ള ഒരു പ്ലം കേക്കാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു കപ്പ് ഫ്ലോറും പിന്നെ ബാക്കിയുള്ള 1/2 kg ഫ്ലോറും 1 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സുമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 kg ഒരു പ്ലം കേക്കാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ 3/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്തിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിലിന് പകരം ബട്ടറും ചേർക്കാം. ഇനി ഇതിലേക്ക് 2 എഗ്ഗും 1 എഗ്ഗിൻ്റെ വൈറ്റുമാണ് ചേർക്കുന്നത്. നിങ്ങൾ ഫുള്ളായിട്ടാണ് എടുക്കുന്നതെങ്കിൽ 1.5 കപ്പ് ഓയിലും 5 എഗ്ഗും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 2 എഗ്ഗും 1 എഗ്ഗിൻ്റെ വൈറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വൈറ്റ് അല്ലെങ്കിൽ യോക്ക് ചേർത്താലും മതി. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് കറണ്ട് പോയതുകൊണ്ടാണ് ഇടയ്ക്കൊന്ന് വീഡിയോയിൽ ചെറുങ്ങനെ ഒന്ന് ബ്ലാക്ക് കളർ വന്നത്. അപ്പോൾ ഇതിവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കറക്റ്റ് ഇതിൻ്റെ മെഷർമെൻ്റ് ആയിട്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ 2 എഗ്ഗും 1 എഗ്ഗിൻ്റെ വൈറ്റും പറഞ്ഞത്. ആ 3 എഗ്ഗ് ഹോളായിട്ട് ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കേക്ക് സോഫ്റ്റ്നെസ് കൂടുകയുള്ളൂ, അല്ലാതെ കേടായി പോവുകയൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ മൗൾഡ് എടുത്തിട്ടുണ്ട്. ഇത് ഗ്രീസ് ചെയ്ത് ഒന്ന് ഡസ്റ്റ് ചെയ്ത് വെച്ചതാണ്. ഓയിലോ ബട്ടറോ വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒരല്പം മൈദയോ അതല്ലെങ്കിൽ കൊക്കോ പൗഡറോ വെച്ചിട്ടൊന്ന് ഡസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ബാറ്റർ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് ലെവൽ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ഓവനിലല്ല ബേക്ക് ചെയ്യുന്നത്, സാധാരണ ചെയ്യുന്നത് പോലെ ഒരു ചെമ്പ്, അലൂമിനിയത്തിൻ്റെ ചെമ്പ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു തട്ടും വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഇത് ഞാൻ ഫുൾ ഫ്ലെയിമിൽ 5 മിനിറ്റ് ചൂടാക്കി എടുത്തതാണ് ഓൾറെഡി. അതിലേക്കാണ് ഞാനിപ്പോൾ ഈ പാൻ വെച്ചിട്ടുള്ളത്, കേക്ക് പാന്. എന്നിട്ട് അടച്ച് വെച്ചു. എന്നിട്ട് ചെമ്പിനെ മൂടി വെച്ചു. ഇതിപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് ആദ്യം ചെയ്തു. അതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 55 മിനിറ്റ് ബേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റ് 60 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം തുറന്നാൽ മതി. ഈ ഒരു കേക്ക് മിക്സ് ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്തിട്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ പറഞ്ഞിട്ടുള്ള 35 മിനിറ്റൊക്കെ ആണ് 170 ഡിഗ്രിയിൽ. പക്ഷേ ആ ഒരു ടൈമിലൊന്നും ഇത് ബേക്കായി വന്നിട്ടില്ല. അവർ പറഞ്ഞിട്ടുള്ള ടൈമിൽ കറക്റ്റായിട്ട് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ മുകൾ ഭാഗമൊന്നും സെറ്റായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇത് റെഡിയാണ്. 1 hour എന്തായാലും എടുത്തിട്ടുണ്ട് ബേക്കായിട്ട് വരാനായിട്ട്. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ടേസ്റ്റിയൊക്കെ തന്നെയാണ്, സോഫ്റ്റും ഒക്കെ ഉണ്ട്. പക്ഷെ ഞാനിതിൻ്റെ മുൻപ് ഒരു
1 kgയുടെ ഒരു കേക്ക് റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, ഓവൻ ഇല്ലാതെ ചെയ്തത് തന്നെ. അത്ര ഒരു ടേസ്റ്റ് എനിക്കിതിൽ ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയതുകൊണ്ട് ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്തതേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.